ഉണ്ടാക്കാം. കാരണം അത് തേങ്ങ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് തന്നെയല്ല നമ്മുടെ നാട്ടിലേക്ക് ഇത് കുറവായിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ഇതിന് ചിക്കൻ സുക്ക എന്ന് പറയും. ഇത് ഒരു സ്റ്റൗ കത്തിച്ച് ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് ഒരു 3-4 ഒരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 3-4 ഉലുവ ഇട്ട് കൊടുക്കാം. ഈ പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ശകലം കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് ചെറിയ ഉള്ളിൽ ഒരു സവാളയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കും. ശകലം മഞ്ഞപ്പൊടിയും ഇട്ട് ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആകുന്ന വരെ ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് ഈ ഉള്ളി ഒന്ന് വഴണ്ടതിന് ശേഷം ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി, ഇത് 1 കിലോ ചിക്കനായി കേട്ടോ, അത്രയും മതി. ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ചൂടായി ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് മൂത്തതിന് ശേഷം നമുക്ക് ഈ തേങ്ങ ചെറുതായിട്ട് തിരിഞ്ഞ് വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കണം. കാരണം ചെറിയൊരു പുളിരസത്തിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നാടൻ കോഴി ആയതിന് വേണ്ടി നമ്മളിത് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് ശകലം മുളക് പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. കുരുമുളക് പൊടിയും കൂടെ ശകലം ഒരുപാട് ഇടരുത്. എന്നിട്ട് വേവിച്ച് വെച്ചതിന് ഇട്ടുകൊണ്ട് ഇനി ഇതിനകത്തോട്ട് തട്ടി കൊടുക്കാം. തട്ടി കൊടുത്ത് ഇത് ഇളക്കണം. ശകലം ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇച്ചിരി വെള്ളം ഒഴിച്ചു ശകലം മതി. കാരണം വെന്ത ഇറച്ചിയാണ്, അതുകൊണ്ട് നമ്മൾ അരക്കലൊന്ന് വെന്ത് പിടിക്കാൻ വേണ്ടി ശകലം കൂടി നമുക്ക് ശകലം ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കാരണം ഇത് നാടൻ കോഴി ആയതുകൊണ്ടാണ് നമ്മൾ വേവിച്ച് വെച്ചിട്ട് ഈ കറി ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നമ്മൾ ബ്രോയിലർ കോഴി ആണെങ്കിൽ നമ്മൾ അരപ്പെല്ലാം ഇങ്ങനെ മൂപ്പിച്ചതിന് ശേഷം ഇതിനകത്ത് നമ്മൾ ചേർത്ത് ഇളക്കി വെച്ച് വേവിച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ നാടൻ കോഴി ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വേവിച്ച് വെച്ചിട്ട് അരപ്പെല്ലാം ചേർത്ത് വെച്ച് കൊടുക്കും. കട ഇട്ട് കൊടുക്കാം. കട ഇട്ടതിന് ശേഷം പച്ചമുളക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ ഉള്ളിയും മുളകും കറിവേപ്പില എല്ലാം കൂടിയിട്ട് താളിച്ച് അതിന് ശേഷം ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പം നമ്മളൊന്നും ചെയ്യേണ്ട. എന്നിട്ട് നമ്മൾ ഇത് അടച്ച് വെക്കണം. നന്നായി അടച്ച് വെച്ച് പിന്നെ ആവിവെള്ളം കളയണം. ഇതിനകത്ത് ആവിവെള്ളം ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഇതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്യണം. ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. ഇത് നല്ലൊരു ചിക്കൻ ചുക്ക കറിയാണ്, എല്ലാവരും ചെയ്യണമെന്ന് പറയുന്നു. പിന്നെ ട്രൈ വെച്ച് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.